നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളെ ദരിദ്രനാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2400 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ എഴുതിവെച്ച ഈ 7 രഹസ്യങ്ങൾ അറിയാത്തതുകൊണ്ട് മാത്രം ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്ന 1% വരുന്ന കോടീശ്വരന്മാർ ഇന്നും രഹസ്യമായി പിന്തുടരുന്ന ആ ചാണക്യ തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും സമ്പത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കും. ഇതിലെ 7ാമത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പോകുന്ന ഒന്നാണ്. ഒരൊറ്റ സെക്കൻഡ് പോലും കളയാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, ചാണക്യ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയായ ആചാര്യ ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, മറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് കൂടിയായിരുന്നു. അർത്ഥശാസ്ത്രം എന്ന അദ്ദേഹത്തിന്റെ കൃതി ഇന്നും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ പഠന വിഷയമാക്കുന്നു. പണം എങ്ങനെ സമ്പാദിക്കണം, അത് എങ്ങനെ നിലനിർത്തണം, എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ 7 നിയമങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്പെഷ്യൽ വീഡിയോയിൽ ഈ 7 രഹസ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. അതുകൊണ്ട് സമാധാനമായി ഇരുന്ന് ഇത് കേൾക്കുക. ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതവുമായി ഒത്തുനോക്കുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ചാണക്യ തന്ത്രങ്ങളും ജീവിത വിജയത്തിനുള്ള വഴികളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഇനി നമുക്ക് ആ ചാണക്യ രഹസ്യങ്ങളിലേക്ക് കടക്കാം. പോയിന്റ് 1: സമ്പാദ്യത്തിന്റെ ലക്ഷ്യവും ഒഴുക്കും. ദ ഫിലോസഫി ഓഫ് വെൽത്ത് ഫ്ലോ. ആചാര്യ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പണത്തെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം സമ്പാദ്യത്തിന്റെ വിനിയോഗം എന്നതാണ്. പലരും വിചാരിക്കുന്നത് പണം കയ്യിൽ വന്നാൽ അത് മുറുക്കിപ്പിടിച്ചു വെക്കുന്നതാണ് സമ്പന്നനാകാനുള്ള വഴിയെന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ തിരുത്തുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് പണം എന്ന് അദ്ദേഹം പറയുന്നു. ഒരു കുളത്തിലെ വെള്ളം ഒരിടത്ത് തന്നെ കെട്ടിക്കിടന്നാൽ അത് ക്രമേണ ദുർഗന്ധം വമിക്കുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും. എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. അതുപോലെയാണ് നിങ്ങളുടെ സമ്പത്തും. പണം വെറുതെ പെട്ടിയിൽ പൂട്ടിവെക്കാനുള്ളതല്ല, മറിച്ച് അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കാനും ഇൻവെസ്റ്റ്മെന്റ് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ചിലവഴിക്കാനും ചാരിറ്റി ഉള്ളതാണ്. എന്തുകൊണ്ടാണ് പണം ചിലവഴിക്കണം എന്ന് ചാണക്യൻ പറയുന്നത്? ഇവിടെ ചിലവഴിക്കുക എന്നാൽ ധൂർത്തടിക്കുക എന്നല്ല അർത്ഥം. സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് വിനിമയം ചെയ്യപ്പെടണം. പഴയ കാലത്ത് കച്ചവടങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് കൃത്യമായ ബിസിനസ്സുകളിലോ ദീർഘകാല നിക്ഷേപങ്ങളിലോ പണം വിനിയോഗിക്കുന്നതാണ്. ലോഭിയായ ഒരു മനുഷ്യൻ, പിശുക്കൻ, പണം കൂട്ടിവെക്കുമെങ്കിലും ഒരിക്കലും അതിന്റെ യഥാർത്ഥ ഗുണം അനുഭവിക്കില്ല. അയാൾ എപ്പോഴും ദരിദ്രനെ പോലെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, ദാനമാണ് സമ്പത്തിന്റെ കാവൽക്കാരൻ. അർഹതപ്പെട്ടവർക്ക് നൽകുന്ന ദാനവും കൃത്യമായ നിക്ഷേപവും നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയും കൂടുതൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുക. പണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു വലിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ പുറത്തുവിടൂ. നിങ്ങൾ ഈ നിമിഷം മുതൽ ഒരു കോടീശ്വരന്റെ ചിന്താഗതിയിലേക്ക് മാറാൻ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ I am wealthy എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആ ഉറച്ച വിശ്വാസമാണ് സമ്പത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. പോയിന്റ് 2: ലക്ഷ്യങ്ങളുടെ ഗോപ്യത. ദ സീക്രസി ഓഫ് ആംബിഷൻസ്. ചാണക്യൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയ രഹസ്യം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ അത് പൂർത്തിയാകുന്നതുവരെ മറ്റാരോടും വെളിപ്പെടുത്തരുത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. പുതിയൊരു ബിസിനസ് തുടങ്ങാനോ ഒരു വലിയ നിക്ഷേപം നടത്താനോ തീരുമാനിച്ചാലുടൻ നമ്മൾ അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വിളിച്ചു പറയും. എന്നാൽ ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരിക്കേണ്ട ഒന്നാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ഒരു ലക്ഷ്യം പുറത്തു പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നൊരു മിഥ്യാധാരണ, ഫോൾസ് സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യാനുള്ള ആവേശം കുറയ്ക്കും. രണ്ടാമതായി, എല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കില്ല. നിങ്ങളുടെ പ്ലാനുകൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ തടസ്സങ്ങൾ പറയാനും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും ഒരു പറ്റം ആളുകൾ ചുറ്റുമുണ്ടാകും. ചാണക്യ നീതി പ്രകാരം ഒരു മന്ത്രം പോലെ നിങ്ങളുടെ ലക്ഷ്യത്തെ രഹസ്യമാക്കി വെക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ ശബ്ദിക്കട്ടെ, വാക്കുകളല്ല. നിങ്ങൾ പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നടപ്പിലാക്കി വിജയം കൈവരിക്കുന്നതുവരെ ലോകം അത് അറിയരുത്. നിശബ്ദമായി പണിയെടുക്കുന്നവന്റെ വിജയമാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തോൽപ്പിക്കണമെന്നുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നിങ്ങളെ തടയാൻ കഴിയും? അതുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരു ആമയെപ്പോലെ തന്റെ അവയവങ്ങൾ സ്വന്തം തോടിനുള്ളിലേക്ക് വലിച്ചു വെക്കുന്നത് പോലെ തന്റെ പ്ലാനുകളെ സംരക്ഷിക്കണം. നിങ്ങൾ ഈ രഹസ്യം പാലിക്കാൻ തയ്യാറാണോ?
നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ സ്വപ്നം സത്യമാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങട്ടെ. കമന്റ് ബോക്സിൽ മണി എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ സാമ്പത്തിക വിപ്ലവത്തിൽ പങ്കാളിയാകൂ. നിങ്ങളുടെ നിശബ്ദമായ കഠിനാധ്വാനം നാളെ ലോകം കാണാൻ പോകുകയാണ്. പോയിന്റ് 3. വാക്കിന്റെ ശക്തിയും മിതത്വവും. ദ പവർ ഓഫ് സ്പീച്ച് ഇൻ വെൽത്ത് ക്രിയേഷൻ. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പണത്തെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ രഹസ്യം നിങ്ങളുടെ നാവിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പോക്കറ്റിലെ പണത്തേക്കാൾ മൂല്യമുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. പ്രിയവാക്യ പ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ. അതായത് നല്ല വാക്കുകൾ കൊണ്ട് ഏത് ജീവിയെയും സന്തോഷിപ്പിക്കാൻ കഴിയും. സമ്പത്തിന്റെ ദേവിയായ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്നത് മധുരമായി സംസാരിക്കുന്നവരുടെ നാവിലാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. എന്തുകൊണ്ടാണ് സമ്പാദ്യവും സംസാരവും തമ്മിൽ ഇത്ര വലിയ ബന്ധം? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തെ ഏതൊരു വലിയ ബിസിനസ്സുകാരനും അല്ലെങ്കിൽ കോടീശ്വരനും അവരുടെ സംസാരത്തിൽ വളരെ മിതത്വവും വിനയവും പാലിക്കുന്നവരായിരിക്കും. കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ, മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ, അനാവശ്യമായി ദേഷ്യപ്പെടുന്നവർ, ഇവരിലൊന്നും സമ്പത്ത് അധികകാലം നിലനിൽക്കില്ല. കാരണം പണം വരുന്നത് മനുഷ്യരിലൂടെയാണ്. നിങ്ങൾ ആളുകളെ വെറുപ്പിച്ചാൽ നിങ്ങൾ പണത്തെയും വെറുപ്പിക്കുകയാണ്. ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം അവന്റെ വാക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായി സംസാരിക്കുകയും എന്റെ കയ്യിൽ പണമില്ല, ജീവിതം കഷ്ടപ്പാടാണ്, ഭാഗ്യമില്ല എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ പ്രപഞ്ചം നിങ്ങൾക്ക് അത് തന്നെ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവായാൽ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ എവിടെ മിണ്ടാതിരിക്കണമെന്നറിയുന്നതാണ് ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രം. അനാവശ്യമായി വാചാലനാകുന്നവൻ തന്റെ പ്ലാനുകളും ബലഹീനതകളും ശത്രുക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒരു കേൾവിക്കാരനായിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നവന് വിപണിയുടെയും മനുഷ്യരുടെയും രഹസ്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകളിലൂടെ സമൃദ്ധി കൈവരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ ഈ ലോകത്തിന് കൈമാറൂ. കമന്റ് ബോക്സിൽ IAM വെൽതി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു സമ്പന്ന കാലഘട്ടത്തിന്റെ തുടക്കമാകട്ടെ. പോയിന്റ് 4. വിദ്യ എന്ന അനശ്വര സമ്പത്ത്. നോളജ് ആസ് ദി അൾട്ടിമേറ്റ് ആസെറ്റ്. ചാണക്യൻ പഠിപ്പിക്കുന്ന നാലാമത്തെ രഹസ്യം ഭൗതികമായ സമ്പത്തിനപ്പുറം നിങ്ങൾക്കുള്ളിലെ അറിവിനെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, വിദ്യയാണ് ഏറ്റവും വലിയ നിധി. അത് കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയില്ല, രാജാക്കന്മാർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, സഹോദരങ്ങൾക്ക് ഭാഗിച്ചെടുക്കാൻ കഴിയില്ല. പലരും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത് ഭാഗ്യത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും നൽകുന്ന പണത്തിലോ ആണ്. എന്നാൽ ചാണക്യൻ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിശക്തിയും അറിവും വർദ്ധിപ്പിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ അധികകാലം നിലനിൽക്കില്ല എന്നാണ്. ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തുന്നത്. ആ നിലനിർത്താനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ അറിവാണ്. എന്തുകൊണ്ടാണ് സമ്പന്നനാകാൻ അറിവ് അത്യാവശ്യമാണെന്ന് പറയുന്നത്? ലോകത്തിലെ വലിയവരെ ശ്രദ്ധിക്കൂ. അവരുടെ പണം മുഴുവൻ ഇന്ന് നഷ്ടപ്പെട്ടാലും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വീണ്ടും പഴയതിനേക്കാൾ വലിയ നിലയിലെത്തും. കാരണം പണം എങ്ങനെ ഉണ്ടാക്കണം എന്ന അറിവ് അവരുടെ ഉള്ളിലുണ്ട്. ചാണക്യൻ പറയുന്നത് പോലെ പണം വന്ന വഴി അടഞ്ഞാലും അറിവുള്ളവന് പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ പ്രയാസമില്ല. വിദ്യ ഭോഗകരി യശഃ സുഖകരി. വിദ്യ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളും പ്രശസ്തിയും നൽകുന്നു. നിങ്ങൾ ചെയ്യുന്ന തൊഴിലോ ബിസിനസ്സോ എന്തുമാകട്ടെ, അതിൽ മറ്റാരേക്കാളും മികച്ച അറിവ് സമ്പാദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അറിവുള്ളവന്റെ മുന്നിൽ ലോകം തലകുനിക്കും. പണം അവനെ തേടിയെത്തും. വിദേശത്തായാലും സ്വന്തം നാട്ടിലായാലും അറിവുള്ളവന് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് ചാണക്യൻ തറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതും സാമ്പത്തിക വിപണിയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതും നിങ്ങളുടെ മേഖലയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതുമാണ് ചാണക്യൻ ഉദ്ദേശിച്ച ഈ വിദ്യ. അറിവ് നിക്ഷേപിക്കുന്നത് ഒരിക്കലും നഷ്ടം വരാത്ത ഒരേയൊരു ബിസിനസ്സാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ബുദ്ധിശക്തിയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നേടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ ഉറച്ച തീരുമാനം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താഴെ മണി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ആർജിക്കുന്ന അറിവ് നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. പോയിന്റ് 5. അധർമ്മത്തിലൂടെയുള്ള സമ്പാദ്യവും അതിന്റെ നാശവും. ദ കേഴ്സ് ഓഫ് അൺഏൺഡ് വെൽത്ത്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ നൽകുന്ന ഏറ്റവും ഗൗരവമേറിയ മുന്നറിയിപ്പാണ് ഈ 5ാമത്തെ രഹസ്യം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഏതു വഴിയിലൂടെയായാലും പണം കയ്യിൽ വന്നാൽ മതിയെന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, അധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ശ്ലോകമുണ്ട്, അന്യായോപാർജിതം വിത്തം ദശവർഷാണി തിഷ്ഠതി പ്രാപ്തേ ച ഏകാദശേ വർഷേ സമൂലം തദ് വിനശ്യതി. ഇതിന്റെ അർത്ഥം വളരെ ലളിതവും എന്നാൽ ഭയാനകവുമാണ്. അന്യായമായ മാർഗത്തിലൂടെയോ മറ്റുള്ളവരെ ചതിച്ചോ അധർമ്മത്തിലൂടെയോ നിങ്ങൾ സമ്പാദിക്കുന്ന പണം പരമാവധി 10 വർഷം മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. 11ാമത്തെ വർഷം എത്തുമ്പോൾ ആ പണം മാത്രമല്ല, നിങ്ങളുടെ പക്കൽ നേരത്തെ ഉണ്ടായിരുന്ന സകല സമ്പാദ്യവും അതുകൂടെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ പറയുന്നത്? ചതിയിലൂടെ പണം നേടുമ്പോൾ നിങ്ങൾക്കൊപ്പം വരുന്നത് ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും ശാപവുമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു.
അധർമ്മത്തിലൂടെ നേടുന്ന പണം നിങ്ങളിൽ അഹങ്കാരവും ദുർബുദ്ധിയും വളർത്തും. ഇത് നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ഒടുവിൽ വലിയൊരു തകർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ചുരുക്കവഴിയിലൂടെ കോടീശ്വരനാകാൻ ശ്രമിക്കുന്നവൻ പലപ്പോഴും തന്റെ കുടുംബത്തെയും സമാധാനത്തെയും കൂടിയാണ് പണയം വെക്കുന്നത്. നല്ല വഴിയിലൂടെ പണം സമ്പാദിക്കാൻ സമയമെടുക്കും. അതിന് കഠിനാധ്വാനം വേണം. പക്ഷെ ആ സമ്പത്ത് പാറ പോലെ ഉറപ്പുള്ളതായിരിക്കും. തലമുറകളോളം അത് നിലനിൽക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ സത്യസന്ധതയുടെ ഫലമാണെങ്കിൽ ആ പണത്തിന് നിങ്ങളെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ടാകും. എന്നാൽ മോശം വഴികളിലൂടെയുള്ള പണം നിങ്ങളുടെ വീട്ടിലെത്തിയാൽ അത് രോഗമായും ശത്രുതയായും കേസുകളായും നിങ്ങളെ വേട്ടയാടും. യഥാർത്ഥ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ പണത്തിന്റെ അളവിലല്ല, അത് വരുന്ന വഴിയുടെ ശുദ്ധിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. 1 രൂപയാണെങ്കിലും അത് അഭിമാനത്തോടെ ചിലവാക്കാൻ കഴിയണം. അതാണ് ചാണക്യൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ ലക്ഷ്മി. നിങ്ങൾ സത്യസന്ധമായ വഴിയിലൂടെ വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ തയ്യാറാണോ? അധർമ്മത്തിന്റെ പാതകൾ വെടിഞ്ഞ് ധർമ്മത്തിലൂടെയുള്ള വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന് ആ സന്ദേശം നൽകൂ. കമന്റ് ബോക്സിൽ ഐ എം വെൽതി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമെന്ന് എപ്പോഴും ഓർക്കുക. പോയിന്റ് 6. കരുതലും സാമ്പത്തിക സുരക്ഷയും. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിയ 6ാമത്തെ രഹസ്യം കരുതൽ എന്നതാണ്. അദ്ദേഹം പറയുന്നു, ആപദർത്ഥേ ധനം രക്ഷേത്, അതായത് ആപത്ത് കാലത്തേക്ക് വേണ്ടി പണം കാത്തു സൂക്ഷിക്കണം. നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധം പണം കയ്യിലുള്ളപ്പോൾ അത് ഒരിക്കലും തീർന്നു പോകില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. എന്നാൽ കാലം എപ്പോഴും ഒരേപോലെയല്ല. കടൽ പോലെയാണ് ജീവിതം. തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യും. പലരും ചോദിക്കാറുണ്ട്, സമ്പന്നരായ ആളുകൾക്ക് എന്തിനാണ് കരുതൽ? അവർക്ക് എന്താപത്ത് വരാനാണ്? ഇതിന് ചാണക്യൻ നൽകുന്ന മറുപടി വളരെ കൃത്യമാണ്. സമ്പന്നർക്കും ആപത്ത് വരാം. അപ്പോൾ അവരുടെ സമ്പത്ത് അതിവേഗം ചോർന്നു പോയെന്നും വരാം. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ തന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ആരും തൊടാത്ത വിധം മാറ്റിവെക്കുന്നു. ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് വിളിക്കുന്നു. എന്നാൽ ചാണക്യൻ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞുവെച്ചു. വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കുന്നവൻ ഒരു ഭ്രാന്തനെ പോലെയാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. എത്ര വലിയ കൊട്ടാരമാണെങ്കിലും അതിന്റെ അടിത്തറ ശക്തമല്ലെങ്കിൽ അത് തകരും. അതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തിന് ഒരു സുരക്ഷാ കവചമില്ലെങ്കിൽ നിങ്ങൾ പടുത്തുയർത്തിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകാം. ചാണക്യൻ ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നു. ചിലർ പണം സംരക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ പണം സംരക്ഷിക്കേണ്ടത് ആപത്തുകാലത്ത് ഉപയോഗിക്കാനാണ്. പണം അമിതമായി പിശുക്കി വെക്കുന്നവനും അത് ധൂർത്തടിക്കുന്നവനും ഒരുപോലെ പരാജയപ്പെടും. ശരിയായ അളവിൽ പണം കരുതി വെക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് ധൈര്യത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സാമ്പത്തിക തന്ത്രജ്ഞൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടാൻ നിങ്ങൾ പ്രാപ്തനാണോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ സമ്പാദ്യശീലത്തിൽ മാറ്റം വരുത്തുക. ഒരു വലിയ വടവൃക്ഷം ഒരു ചെറിയ വിത്തിൽ നിന്ന് തുടങ്ങുന്നത് പോലെ നിങ്ങളുടെ വലിയ സമ്പാദ്യം ഇന്നത്തെ ചെറിയൊരു കരുതൽ കൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആത്മവിശ്വാസത്തോടെ ഈ ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കൂ. കമന്റ് ബോക്സിൽ മണി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കരുതുന്ന ഓരോ രൂപയും നാളെ നിങ്ങളുടെ കാവൽക്കാരനായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. പോയിന്റ് 7. സാഹസികതയും സ്ഥാനത്യാഗവും. ദ പവർ ഓഫ് റിസ്ക് ആൻഡ് ലൊക്കേഷൻ. നമ്മുടെ ഈ ദീർഘമായ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലൂടെ നൽകുന്ന 7ാമത്തെ രഹസ്യം നിങ്ങൾ ഇതുവരെ കേട്ട 6 കാര്യങ്ങളെക്കാളും വിപ്ലവകരമാണ്. അദ്ദേഹം ചോദിക്കുന്നു, വിദേശത്ത് പോയി സമ്പാദിക്കാൻ ഭയപ്പെടുന്നവനെ എവിടെയാണ് സമ്പത്ത്? അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ശ്ലോകമുണ്ട്. കോതിഭാരഹ സമർത്ഥാനാം കിം ദൂരം വ്യവസായിനാം കോ വിദേശ സവിദ്യാനാം കഹ പരഹ പ്രിയവാദിനാം. അതായത്, കഴിവുള്ളവന് ഭാരം ഒരു പ്രശ്നമല്ല, കഠിനാധ്വാനിയായ കച്ചവടക്കാരന് ദൂരം ഒരു തടസ്സമല്ല, അറിവുള്ളവന് വിദേശമെന്നോ സ്വദേശമെന്നോ വ്യത്യാസമില്ല, മധുരമായി സംസാരിക്കുന്നവന് ഈ ലോകത്ത് ശത്രുക്കളുമില്ല. ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തന്ത്രമുണ്ട്. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ സുരക്ഷിത വലയത്തിൽ കംഫർട്ട് സോൺ നിന്ന് പുറത്തു കടക്കാൻ തയ്യാറാകണം. പലരും ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടി ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത്, എവിടെയാണോ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയാത്തത്, എവിടെയാണോ നിങ്ങൾക്ക് സമ്പാദിക്കാൻ വഴികളില്ലാത്തത്, അവിടെ നിന്ന് നിങ്ങൾ പടിയിറങ്ങണം. അത് നിങ്ങളുടെ വീടായാലും നാടായാലും ശരി. പണം വരണമെങ്കിൽ നിങ്ങൾ ചലിക്കണം. ഭാഗ്യം എന്നത് ഇരുന്നിടത്ത് കിട്ടുന്ന ഒന്നല്ല, മറിച്ച് ഓടുന്നവന്റെ കൂടെ കൂടുന്ന ഒന്നാണ്. ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ നോക്കൂ. അവർ തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ച് അപരിചിതമായ ഇടങ്ങളിൽ പോയി പൊരുതി ജയിച്ചവരാണ്. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചത് ഇതാണ്. സാഹസികതയില്ലാത്തവന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കില്ല. റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക്. നിങ്ങളുടെ അറിവിനെയും കഴിവിനെയും വിശ്വസിച്ച് നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ 1000 വഴികൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ആ ചുവട് വെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നത്തെ ഈ മാസ്റ്റർ ക്ലാസ് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള ഈ 7 രഹസ്യങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഈ നിമിഷം മുതൽ ഞാനൊരു സമ്പന്നനാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ കമന്റ് ബോക്സിൽ ഐ എം വെൽത്തി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പ്രതിജ്ഞയാണ്. നമ്മൾ ഈ ദീർഘമായ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുകയാണ്. പണത്തെയും സമ്പത്തിനെയും കുറിച്ച് ആചാര്യ ചാണക്യൻ പഠിപ്പിച്ച ഈ 7 രഹസ്യങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച ജീവിത തന്ത്രങ്ങളാണ്. ഈ കുറച്ചു മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ മാറ്റിവെച്ചു എന്നത് തന്നെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് എത്രത്തോളം ഗൗരവമുള്ളവനാണ് എന്നതിന്റെ തെളിവാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അറിവ് നേടുന്നത് നല്ലതാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ചിന്തയും മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം. ഇതുപോലെയുള്ള ആഴത്തിലുള്ള അറിവുകൾ, ചാണക്യ തന്ത്രങ്ങൾ, ജീവിത വിജയത്തിനുള്ള മാർഗങ്ങൾ എന്നിവ മലയാളത്തിൽ ഇനിയും തേടിയെത്താൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സാമ്പത്തികമായ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലക്ഷ്യം മറക്കാതിരിക്കുക, കഠിനാധ്വാനം തുടരുക. ചാണക്യൻ പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യമുള്ളവന് ലോകം വഴിമാറിക്കൊടുക്കും. മറ്റൊരു കരുത്തുറ്റ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.